അടിമജനത്തെ രക്ഷിച്ചവനാമാത്മാവേ മോശയ്ക്കും അഹരോനും പുത്രൻ ജീവൻ നൽകിയൊരാത്മാവേ ഒരാത്മാവേ ദൈവമെന്നൊരാത്മാവേ ആകാശവും അഞ്ചിതഭൂതലവും ഉണരും പ്രശാന്തവേളയിൽ നിറഞ്ഞ ചൈതന്യമേ പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ പരിശുദ്ധാത്മാവേ ജീവൻ നൽകിയൊരാത്മാവേ ജീവൻ നൽകി
പകർന്നൊരാത്മാവേ ആകാശവും അഞ്ചിതഭൂതലവും ഉണരും പ്രശാന്തവേളയിൽ നിറഞ്ഞ ചൈതന്യമേ പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ പരിശുദ്ധാത്മാവേ പ്രതിഷ്ഠാപന പ്രാർത്ഥന. അഭിവന്യ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി നിൽക്കുന്ന അർത്ഥിക്ക് പുരോഹിത പദവി കൽപ്പിച്ചിരണമേ എന്നും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയ്ക്കണമേ എന്നും സർവശക്തനായ പിതാവിനോട് കൈകൾ വിരിച്ച് അഭിവന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. ദൈവജനം എഴുന്നേറ്റ് നിൽക്കുന്നു. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ ബഹുമതികളുടെയും പദവികളുടെയും ഉറവിടമായുള്ളോനെ, അങ്ങ് പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് രക്ഷിക്കുന്നവനാണല്ലോ. അങ്ങയുടെ സനാതനമായ സംവിധാനമനുസരിച്ച് സമസ്ത ചരാചരങ്ങളെയും അങ്ങ് അനുക്രമമായി സൃഷ്ടിച്ച് മനുഷ്യനെ അവയുടെ എല്ലാം മകുടമായി പ്രതിഷ്ഠിച്ചു. ഞങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മേന്മ ക്രമപ്രവൃത്തമായി പ്രകാശിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് അങ്ങയുടെ സുന്ദരമായ സംവിധാനം. ഈ അനുക്രമമായ സംവിധാനമനുസരിച്ചാണല്ലോ ഇസ്രയേൽ ജനത്തെ നയിക്കുവാൻ പ്രധാനാചാര്യന്മാരെയും അവർക്ക് വിധേയരായി പുരോഹിതന്മാരെയും നിയോഗിക്കുവാൻ അങ്ങ് തിരുവുള്ളമായത്. അതുപോലെ മരുഭൂമിയിൽ വെച്ച് മോസസിൻ്റെ ചൈതന്യം അദ്ദേഹത്തിൻ്റെ സഹകാരികളായ 70 ജനപ്രമാണികളിലേക്ക് അങ്ങ് പ്രസരിയെ ഭരിച്ചു പോന്നത് മഹാപുരോഹിതനായ ആറോൻ്റെ മക്കൾക്ക് അവരുടെ പിതാവിൻ്റെ അധികാരം അങ്ങ് പകർന്നു കൊടുത്തു. അങ്ങനെ അവർ രക്ഷാബലികൾ അർപ്പിക്കുന്നതിനും തിരുക്കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും പ്രാപ്തിയുള്ള പുരോഹിതന്മാരായി തീർന്നു. അതുപോലെ തന്നെ ലോകമെങ്ങും വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് അങ്ങയുടെ പ്രിയപുത്രൻ്റെ അപ്പോസ്തലന്മാർ കൽപ്പിച്ച് നൽകി. പ്രസ്തുത പ്രധാനാചാര്യന്മാരോടും മോസസിനോടും ആറോനോടും അപ്പോസ്തലന്മാരോടും തുല്യപ്പെടുത്തുവാൻ ഈ എളിയ ഞങ്ങൾ അർഹരല്ല തന്നെ. അവരെ അപേക്ഷിച്ച് തീരെ ബലഹീനരായ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവേ, ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന് പുരോഹിത പദവി കൽപ്പിച്ചരുളണമേ. ഇയാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നവീകരിക്കണമേ. അങ്ങനെ അങ്ങയുടെ കാരുണ്യത്താൽ ഇയാൾക്ക് പൗരോഹിത്യ ക്രമത്തിൻ്റെ ദ്വിതീയ പദവി ലഭിക്കുമാറാകണമേ.
ഇയാളുടെ ജീവിത മാതൃക ഏവർക്കും സുഹൃത ജീവിതത്തിന് പ്രേരകമാകണമേ. ഇയാളെ ഞങ്ങളുടെ സഹപ്രവർത്തകനാക്കണമേ. അങ്ങനെ സുവിശേഷ ദീപ്തി ലോകമെങ്ങും പരത്തുന്നതിനും എല്ലാ ജനതകളെയും ക്രിസ്തുവിൽ സംയോജിപ്പിച്ച് ദൈവത്തിൻ്റെ ഏകവിശുദ്ധ ജനമാക്കി തീർക്കുന്നതിനും ഇയാൾ ഞങ്ങൾക്ക് സഹായകമാകുവാൻ അനുഗ്രഹമരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അവരോധന കർമ്മം. പൂജാവസ്ത്രങ്ങൾ പൗരോഹിത്യ അവരോധനത്തെ സൂചിപ്പിക്കുന്നു. വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നവവൈദികനെ ഇപ്പോൾ ഇടവക വികാരി ബഹുമാനപ്പെട്ട ഫാദർ ജോസ് സെബാസ്റ്റ്യൻ വൈദികോചിതമായ രീതിയിൽ ഉത്തരീയം ധരിപ്പിച്ച് പൂജാവസ്ത്രങ്ങൾ അണിയിക്കുന്നു. അഭിഷേചന കർമ്മം. അഭിഷിക്തനായ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന പുരോഹിതൻ ദൈവത്തിന് ബലിയർപ്പിക്കുവാനും ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നതിനുമായി അഭിഷേചനം സ്വീകരിക്കുന്നു. നവവൈദികൻ അഭിവന്യ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി തുറന്ന കൈകൾ നൽകിക്കൊണ്ട് അഭിഷേചനം സ്വീകരിക്കുന്നു. പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് വഴി യേശുക്രിസ്തുവിനെ സർവാധീശനായി അഭിഷേകം ചെയ്തു. ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിനും ക്രൈസ്തവ സമൂഹത്തെ പവിത്രീകരിക്കുന്നതിനും ക്രിസ്തുനാഥൻ നിന്നെ അർഹനാക്കി കാത്തുരക്ഷിക്കട്ടെ. പൂജാദ്രവ്യ സമർപ്പണം. ഇപ്പോൾ നവവൈദികൻ്റെ മാതാപിതാക്കൾ ബലിയർപ്പിക്കുവാനുള്ള അപ്പവും വീഞ്ഞും കാഴ്ചയായി സമർപ്പിക്കുന്നു.
തളികയിൽ അപ്പവും ചഷകത്തിൽ വീഞ്ഞും നിറച്ച് നവവൈദികൻ്റെ കരങ്ങളിൽ നൽകിക്കൊണ്ട് താൻ പരിക്രമം ചെയ്യുവാൻ പോകുന്ന കൂദാശകളുടെ പരിപാവനതയെക്കുറിച്ച് മെത്രാൻ നവവൈദികനെ ബോധ്യപ്പെടുത്തുന്നു. തുടർന്ന് അഭിവന്യ പിതാവ് നവവൈദികനെ സമാധാന ചുംബനം നൽകുന്നു. ദൈവത്തിനർപ്പിക്കുവാൻ വിശുദ്ധ ജനം കൊണ്ടുവന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കുക. പ്രിയമകനെ, നീ കൈകാര്യം ചെയ്യുന്നതെന്താണെന്ന് എപ്പോഴും ഓർമ്മ വേണം. പരിപാവനമായ കർമ്മങ്ങളാണ് നീ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്. നീയും പരിപാവനനായിരിക്കുക. നിന്റെ ജീവിതം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അനുരൂപമായിരിക്കട്ടെ. തിരുപ്പെട്ട ദാനകർമ്മം ഇതോടുകൂടി സമാപിക്കുകയാണ്. നവവൈദികൻ റവറൻ ഫാദർ റോഷി റോബർട്ട് അഭിവന്യ പിതാവിനോടൊപ്പം തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുന്നു.